ഓക്കെ, നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നതെന്ന് പറയുന്നത് റൂംസ്, നമ്മളെങ്ങനെയാണ് നമ്പർ ഓഫ് റൂംസിനെ എങ്ങനെയാണ് ടാഗ് ചെയ്യുന്നത്. ഇവിടെ ഞാനൊരു പ്ലാൻ എടുത്തിട്ടുണ്ട്. ഈ പ്ലാനിനകത്ത് കുറച്ച് റൂംസൊക്കെ ഉണ്ട്. ഈ റൂംസൊക്കെ നമ്മൾ എങ്ങനെയാണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. ഒന്നാമത് നമുക്ക് റൂമെന്ന് പറയുന്നത് ആദ്യം ഡിസ്ക്രൈബ് ചെയ്ത് വിടണം. അന്നെങ്കിൽ മാത്രമേ അത് റൂമായിട്ട് നമുക്ക് എസ്റ്റിമേഷന് വരുമ്പോൾ കാൽക്കുലേറ്റ് ആയി വരത്തുള്ളൂ. ഓക്കെ, ഇപ്പം ഞാൻ ലെവൽ 2 എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ആർക്കിടെക്ചറിൽ റൂമെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. അവിടെ റൂമിൽ പോവുക. റൂമിൽ പോകുമ്പോഴത്തേക്കും ഇവിടെ പ്ലേസ് റൂംസ് ഓട്ടോമാറ്റിക്കലി എന്ന് പറഞ്ഞിരിപ്പുണ്ട്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് മാനുവലായിട്ട് തന്നെ കൊടുക്കുക. പക്ഷേ ഇതിനകത്ത് നെയിം കണ്ടോ 6 എന്നാണ് ഇരിക്കുന്നത്. മേ ബി ഈ ഒരു പ്രോജക്റ്റിൽ നേരത്തെ കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ട് പോകുന്നതായിരിക്കും. ഓക്കെ, ഇങ്ങനെ നമുക്ക് കിട്ടി. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ആ ഒരു ലേബിളിൽ ചെന്നിട്ട് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഞാൻ റൂം ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനെ നമുക്ക് ടാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചർ ഇവിടെ ടാഗ് റൂം എന്ന് പറഞ്ഞിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു റൂമിൻ്റെ നമ്പർ അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓക്കെ, ഇപ്പോൾ നമുക്ക് ടാഗ് ചെയ്ത് കൊടുത്താൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷീറ്റിലെടുക്കുമ്പോഴും നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോഴും നമുക്കത് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു മുറിയായപ്പോൾ ഇവിടെ റൂമെന്ന് പറഞ്ഞ് ഇവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ രണ്ടായിട്ട് കിട്ടാൻ വഴിയില്ല. എല്ലാം കൂടെ ചേർന്നാണ് കിട്ടുന്നത്. ആ ഒരു ഔട്ടർ ലൈൻ കണ്ടാൽ മനസ്സിലാവും, ഒരു ബ്ലൂ കളറിൽ വരുന്ന കണ്ടില്ലേ, അതും വെച്ചിട്ടാണ് നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ആവുന്നത്. പക്ഷേ എനിക്ക് ഇങ്ങനെ വേണ്ട. ഈ മുറി എന്ന് പറയുന്നത് ഞാൻ രണ്ടായിട്ട്, ഇവിടെ ഒരു ലിവിങ് റൂമും ഇവിടെ ഒരു ഡൈനിങ് ഹാൾ പോലത്തെയാണ് ഞാൻ രണ്ടായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അടുക്ക് ഓർച്ചാണ് വരുന്നത്. ഐ എം നോട്ട് ഗോയിങ് ടു സെപ്പറേറ്റ് വിത്ത് ദിസ് ബൈ വാൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് റൂം സെപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ഒരു ഓപ്ഷൻ എടുത്തിട്ട് എനിക്ക് വേണ്ടിയെടുത്ത് ഞാനിങ്ങനെ ലൈൻ വരച്ച് കൊടുക്കുക. ഇവിടെയാണ് എൻ്റെ ആർച്ച് പോലെ ഒരു സംഭവം. ആക്ച്വലി നമുക്ക് ഈ വോളിൻ്റെ കൂട്ടത്തിലേ വരത്തുള്ളൂ, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഞാൻ അടുക്കയായിട്ട് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഈ ഒരു ഏരിയ സെപ്പറേറ്റ് ആയിട്ടും ഈ ഒരു ഏരിയ സെപ്പറേറ്റ് ആയിട്ടുമാണ് എനിക്ക് കാണിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ ഈ ഒരു റൂം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു റൂമിനെ ടാഗ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ആർക്കിടെക്ചറിൽ പോയി ടാഗ് റൂം എടുത്തിട്ട് ഓക്കെ ആ റൂമിനെ ടാഗ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ 2 റൂമായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ലൈനിനെ നമുക്ക് ഹൈഡ് ചെയ്യാനും പറ്റും. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ ഇവിടെ വ്യൂവിനകത്ത് വിസിബിലിറ്റി എനിക്ക് ഈ ഒരു ഡോട്ടർ ലൈൻ അല്ലെങ്കിൽ റൂം സെപ്പറേറ്റർ എനിക്ക് കാണണ്ട. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്കിവിടെ വിസിബിലിറ്റി ആൻഡ് ഗ്രാഫിക്സിനകത്ത് ചെന്നിട്ട് മോഡൽ കാറ്റഗറീസിനകത്ത് നമുക്ക് ഇവിടോട്ട് വരുമ്പോൾ ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനുണ്ട്. ലൈനിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ദർ ഈസ് എൻ റൂം സെപ്പറേറ്റർ കണ്ടു, റൂം സെപ്പറേറ്റർ. ഇതിനെ ഞാൻ അൺചെക്ക് ചെയ്ത് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കഴിച്ചാൽ എനിക്ക് ആ ഒരു റൂം സെപ്പറേറ്റർ കാണത്തില്ല. ഈവൻ നമുക്ക് ഈ ഒരു ലെവൽ 2 കാണാൻ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഷീറ്റിൽ എടുക്കുമ്പോഴത്തേക്കും മീൻസ് പ്രിൻ്റ് എടുക്കുമ്പോഴത്തേക്കും അത് നമുക്ക് കാണരുതെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് വേണമെങ്കിലും ആ ഒരു വ്യൂവിന് ചെന്നിട്ട് വേണമെങ്കിൽ നമുക്ക് വിസിബിലിറ്റി ആൻഡ് ഗ്രാഫിക്സിലൂടെ പോയിട്ട് അതിനെ ഹൈഡ് ചെയ്യാം. തൽക്കാലം ഞാൻ ഹൈഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് കാണിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്ക് ലൈൻസിനകത്ത് റൂം സെപ്പറേറ്റർ എന്നുള്ളത് ഞാൻ ആസ് യൂഷ്വൽ റീസെറ്റ് ചെയ്തു. ഓക്കെ, നമ്മളിങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് റൂമിൻ്റെ നമ്പേഴ്സ് മാത്രം വോട്ടെവർ ആ ഒരു നെയിമാണ് 1 2 3 നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അതർവൈസ് നമുക്ക് വേറെ എന്തെങ്കിലും നമ്പേഴ്സ് ഉണ്ടെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലേബിൾസ് ഉണ്ടെങ്കിലും അതിന് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഇത് കൂടുതൽ ഇതിൻ്റെ ഓരോരോ ഏരിയയും എനിക്ക് ഡിസ്പ്ലേ ആവണം. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്, നേരെ തന്നെ ഈ ഒരു റൂം ടാഗിനെ ഇപ്പോൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇവിടെ കാണിക്കും. അവിടെ ഞാൻ എഡിറ്റ് ടൈപ്പിലോട്ട് പോവുക. എഡിറ്റ് ടൈപ്പിൽ പോകുമ്പോൾ ദർ ഈസ് എൻ ഓപ്ഷൻ ഷോ ഏരിയ. അപ്പോൾ ഈ ഒരു ഷോ ഏരിയ എന്നുള്ളത് ഞാൻ ടിക്ക് ചെയ്തു. ഷോ വോള്യൂം എന്തിനാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇഫ് ഇൻ കേസ് ഓവർ ടാങ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോറേജ് അങ്ങനെ സൈലൂസ് അതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോ വാല്യൂം കൊടുക്കാം. ഓക്കെ, നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഞാനിപ്പോൾ ഏരിയ മാത്രമേ കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് അപ്ലൈ കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇപ്പോൾ എനിക്ക് എല്ലായിടത്തും ഏരിയ കാണിക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി സെൻറ്റിമീറ്ററിലാണ് ഇത് വരച്ചത്. അതുകൊണ്ട് എനിക്ക് മീറ്റർ സ്ക്വയറിലാണ് ഏരിയ ഉണ്ടായിരുന്നത്. പക്ഷേ കാണിക്കാനും പറയാനും എളുപ്പമായിട്ട് ഞാൻ സ്ക്വയർ ഫീറ്റിൽ യൂണിറ്റ് ഏരിയ മാത്രം ചേഞ്ച് ചെയ്തതാണ്. അതുകൊണ്ടാണ് എനിക്ക് യൂണിറ്റ് വിത്ത് യൂണിറ്റോട് കൂടെ 127 സ്ക്വയർ ഫീറ്റ് 79 സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് കാണിക്കുന്നത്. നമുക്കിപ്പോൾ മീറ്റർ സ്ക്വയർഡ് മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, UN കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഞാൻ മീറ്റർ സ്ക്വയർഡോ അല്ലെ വേറെ സ്ക്വയർ ഇഞ്ചസോ സ്ക്വയർ മീറ്റേഴ്സോ വോട്ടെവർ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത്രയും കൊടുത്താലും മതി. ഇല്ല ഏക്കേഴ്സിലാണ് എനിക്ക് വേണ്ടത്, വലുതായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഏക്കേഴ്സിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇപ്പം ഞാനിത് കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട്
എഡിറ്റ് ടൈപ്പിൽ പോവുക. ഞാനിത് കാണിക്കുന്നില്ല. അപ്ലൈ കൊടുത്ത് ഓക്കെ കൊടുത്ത് പിന്നെ ഒന്നും കൂടെ ഞാനിത് ഷോ ചെയ്യാൻ പറയുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ഷോ ഇൻ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, നമുക്കൊന്നും കൂടെ റിഫ്രഷ് ചെയ്യുന്നത് പോലെ തന്നെ റിഫ്രഷ് ചെയ്യുന്ന ആ ഒരു സംഭവം ഒന്നും കൂടെ കോൾ ചെയ്യുമ്പോഴത്തേക്കും വി വിൽ ഗെറ്റ് ദ കറൻറ്റ് യൂണിറ്റ്. എന്താണോ നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു യൂണിറ്റിലേക്ക് കൂടെ നമുക്കിത് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഓരോരോ റൂം ടാഗ് ചെയ്യുക, അല്ലെങ്കിൽ ആ റൂമിൻ്റെ ഏരിയാസ് മാത്രമായിട്ട് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളത് ചെയ്യാൻ പറ്റും. ഈ റൂമിൽ എങ്ങനെ ടാഗ് ചെയ്യുന്നതെന്ന് കൂടാതെ നമുക്ക് വേണമെങ്കിൽ ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതുപോലെ ഫിൽഡ് റീജിയൻ ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഫുൾ ഏരിയയാണ് എടുക്കാൻ പോകുന്നത്. ആർക്കിടെക്ചറിനകത്ത് പോവുക. ഇവിടെ ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് ഏരിയ പ്ലാൻ എന്നുള്ളത് ഞാൻ കൊടുക്കുക. ഇപ്പോൾ ലെവൽ 1-ലാണോ ലെവൽ 2-ലാണോ ചോദിക്കുന്നു. അതൊന്നുമില്ല, ഗ്രൗണ്ട് ഫ്ലോർ പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ചിലപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ റൂം മാത്രമേ വരത്തുള്ളായിരിക്കും, അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറുടെ അത്രയും മുറികളൊന്നും മെയിലിൽ കാണത്തില്ലായിരിക്കും. കുറച്ച് ഓപ്പൺ ടെറസും അല്ലാതെ കുറച്ച് ഇത് മാത്രമേ വരത്തുള്ളൂ. ഇപ്പം ഞാൻ ലെവൽ 2 തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ലെവൽ 2-ൽ കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പം നമുക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി കവേർഡ് ബൈ വാൾ മാത്രമേ അത് എടുക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു സംഭവം മാത്രമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ടാഗ് ചെയ്യുന്നു, ഏരിയ സെഗ്രിഗേറ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ഏരിയ കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ വോക്ക് ത്രൂയുടെ താഴെ കൂടെ ഏരിയ പ്ലാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ ഏരിയ കൊണ്ട് വെക്കുമ്പോഴേ ലെവൽ 2 ആണ് നമ്മൾ ഏരിയ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ഏരിയ ഓക്കെ, ഞാനിപ്പോൾ പിന്നെയും ആർക്കിടെക്ചറിൽ പോവുക. ഇത് ഞാൻ ബോർഡർ ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ ഏരിയ ഇനിയാണ് ഞാൻ ഫൗണ്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏരിയ എടുക്കുക, ഏരിയ ഇത് കൊടുക്കുക, ഇവിടെ കൊണ്ട് ഞാൻ പിന്നെയും ക്ലിക്ക് ചെയ്യുക. ഇപ്പോഴാണ് ടാഗ് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ ഏരിയ 2 ഏരിയ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. ഏരിയ പ്ലാൻ എടുക്കുക. ഞാൻ ലെവൽ 3 എടുത്തോളാം. ലെവൽ 3 എടുക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ആ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടാവും. 3 ഇങ്ങനെ എടുത്തു. ഇപ്പം ഞാൻ ഏരിയ എടുത്തിട്ട് ഏരിയ ഇവിടെ പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്യുമ്പോൾ എനിക്ക് എന്തായി, ഈ ഒരു ഏരിയ നമുക്ക് കാണിക്കുന്നുണ്ട്. ഏരിയ മാത്രം മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഏരിയ ടാഗ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് ഏരിയാസ് ഫുള്ളായിട്ടും റൂമായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുക. അതുപോലെ തന്നെ റൂം സെഗ്രിഗേറ്റ് ചെയ്യുന്നത് നമ്മൾ നോക്കി, റൂം എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഹൈഡ് ചെയ്യുന്നത് ഇൻ ദ വ്യൂ എന്നുള്ളതും നമ്മൾ നോക്കി. ഓക്കെ, ഇനി പിന്നെ നമ്മൾ പ്രിൻ്റ് എടുക്കാൻ പോവുകയാണ്. എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് അതൊക്കെ നമ്മൾ പ്രിൻ്റ് എടുക്കുന്നതാണ് നെക്സ്റ്റ് സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. താങ്ക് യു.